ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. ആൻഡ് ഇന്നത്തെ വീഡിയോ കുറച്ച് ദിവസത്തെ വീഡിയോ കമ്പൈൻ ചെയ്തതാണ്. സോ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ നെഫ്യൂവിൻ്റെ കൂടെ കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ നീസ് ഒരു കളിക്കുന്ന ഒരു സാധനമായിട്ട് വന്നിട്ടുണ്ട്, കൈനറ്റിക് സാൻഡ് എന്തോ ആണത്. അപ്പോൾ എന്നിട്ട് അത് വെച്ചിട്ട് ഓരോന്നും ഉണ്ടാക്കിയിരുന്നു. അത് വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം കളിച്ചു. ആൻഡ് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനം ഒരു ദയയും കൂടാതെ അത് കേടെടുത്തു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ട് വീണ്ടും അത് ഉണ്ടാക്കിപ്പിച്ചു. ഇത് വേറൊരു ദിവസമാണ്. ആൻഡ് ആസ് യു ക്യാൻ സീ, ഞാൻ സ്കൂൾ യൂണിഫോമിലാണ്. അപ്പോൾ ഞാൻ ഈ സ്കൂൾ ടൈമിന് ശേഷം ഒരു സ്ഥലം വരെ പോകേണ്ടിയിരുന്നു. അപ്പോൾ പോയി വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചൊക്കെ വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ജേർണൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ ജേർണൽ ബുക്ക്. സം കൈൻഡ് ഓഫ് മെമ്മറി ബുക്ക് അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ അതിൽ ഒരു പേജ്, ഇത് ഞങ്ങൾ ഞാനും എൻ്റെ ഫ്രണ്ടോടെ ഒരു ഡേറ്റ് അങ്ങനെ ഒരു കൈൻഡ് ഓഫ് പോയതാണ്. അപ്പോൾ അന്നത്തെ ഇതുവരെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ചെയ്തില്ല. എന്നിട്ട് ഞാൻ പോയി കുറച്ച് നേരം ബുക്ക് വായിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ടേബിൾ ഫുള്ള് ഭയങ്കര മെസ്സായി. എനിക്ക് പഠിക്കാനുണ്ട്, എക്സാമാണ്. സോ എനിക്ക് ടേബിൾ വൃത്തിയാക്കണം. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തു. ടേബിൾ എപ്പോൾ ഞാൻ നന്നാക്കി വെച്ചാലും പിന്നെ അത് എങ്ങനെയെങ്കിലുമൊക്കെ വൃത്തികേടാവും. എങ്ങനെ ആവണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയില്ല, പക്ഷേ വൃത്തികേടാവും. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വർക്കിനിരുന്നു. വർക്ക് എന്ന് പറഞ്ഞാൽ പഠിത്തം തന്നെയാണ്, അല്ലാതെ വേറെ വർക്കൊന്നുമില്ല. എനിക്ക് എക്സാം ഉണ്ട്, സോ അതിന് പഠിക്കണം. മാത്സാണ് എക്സാം ആൻഡ് 4 ചാപ്റ്റേഴ്സ് ഉണ്ട്. സോ അതിന് മുന്നേ ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ലൈക്ക് ഇക്വേഷൻസ്, നോട്ട് ടു ബി പോയിൻറ്റഡ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ട്യൂഷൻ സ്കൂളിൽ നിന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാനും അത് ചെയ്യാറുണ്ട്. സോ അങ്ങനെ ഒരു ബുക്ക് ഞാൻ ഇതുവരെ റെഡിയാക്കിയില്ല. സോ അതിന് വേണ്ടിയിട്ട് എൻ്റെ 9th യൂസ് ചെയ്യാത്ത ബുക്കൊക്കെ ഉണ്ട്. കാരണം ഞാൻ നോട്ട് ചെയ്തിട്ടില്ല, ഭയങ്കര മടിയാണ്. ഇപ്പോഴാണ് ഞാൻ കൺസിസ്റ്റൻ്റായി നോട്ട് ചെയ്താൻ തുടങ്ങിയത്. എനിക്ക് നോട്ട് ചെയ്താന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. സോ ബുക്കൊക്കെ വെറുതെ ഉണ്ടായിരുന്നു, അത് ഞാൻ കുറേ എടുത്ത് വെച്ചാണ് എന്തെങ്കിലും ആവശ്യം വരുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലൊന്നും എടുത്ത് ഞാൻ പേജൊക്കെ ചീന്തിയിട്ട് റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചു. ഞാൻ കുറേ കണ്ടും ബുക്ക് ഇങ്ങനെ മറിച്ച് നോക്കിയാണ്. അത് വേറൊന്നുമില്ല, ഏത് പോയിൻറ്റ്സ് എന്തൊക്കെ അങ്ങനെ ഒരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഹെഡിങ്ങൊക്കെ എഴുതി. എന്നിട്ട് ഞാൻ പോയിൻറ്റ്സ് എഴുതാൻ തുടങ്ങി. എനിക്കങ്ങനെ 4 ചാപ്റ്റേഴ്സ് ഉണ്ട് വിചാരിച്ച് കുറേ പോയിൻറ്റ്സൊന്നും എഴുതാനൊന്നുമില്ല. അതിൽ 4th ചാപ്റ്റർ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ് എന്ന് പറഞ്ഞിട്ട് പ്രോബബിലിറ്റീൻ്റെ ഒരു ചാപ്റ്ററാണ്. അതിലാകെ ആ ഒരു ഇക്വേഷൻ തന്നെ പഠിക്കാനുള്ളൂ. പിന്നെ അത് നമുക്ക് എന്താ പറയുക, അൺഈക്വൽ പാർട്ട്, പെയേഴ്സ് അതൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് ആ ഇക്വേഷൻ വെച്ചിട്ട് തന്നെയാണ് ചെയ്യണത്. സോ അതിൽ ആ ഒരു കാര്യം തന്നെ പഠിക്കാനുള്ളൂ. ഞാൻ അപ്പോൾ മെയിനായിട്ട് അരിത്മെറ്റിക് സീക്വൻസിൻ്റെതും സർക്കിൾസിൻ്റെതുമാണ് എഴുതിയെടുക്കുന്നത്. സർക്കിൾസിൻ്റെത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ എഴുതിയിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഹെഡിങ് എഴുതി വെച്ചിട്ടെന്തോ ഉള്ളൂ. അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഞാൻ 2 ചാപ്റ്റേഴ്സും ഒന്നാക്കിയിട്ട് എഴുതാമെന്നാണ് വിചാരിച്ചത്. കാരണം കഴിഞ്ഞെല്ലാം 10th അങ്ങനെ എഴുതുന്നതെല്ലാം ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ പിന്നെ എന്തിനാ വെറുതെ കൺഫ്യൂസ്ഡ് ആവുന്നു, 2 ചാപ്റ്റർ ആക്കാം. എന്നിട്ട് ഞാൻ അരിത്മെറ്റിക് സീക്വൻസ് എഴുതി 2nd ചാപ്റ്റർ സ്കിപ്പ് ചെയ്തതിന് ശേഷം 3rd ചാപ്റ്റർ എഴുതി. അങ്ങനെയാണ് എഴുതി പോയത്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അമ്മച്ചി എനിക്ക് ഓറഞ്ചൊക്കെ കൊണ്ടുവന്നു, അതും കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ട്യൂഷനിൽ നിന്ന് ഒരു ബുക്ക്ലെറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ഫുള്ളുള്ള ഒരു ബുക്കാണത്. അതിൽ ഒരു 144 ക്വസ്റ്റ്യൻസ് എന്തോ 5 ചാപ്റ്റേഴ്സിൻ്റെ എന്തോ ഉണ്ട്. അപ്പോൾ 2nd ഡിഗ്രി ഇക്വേഷൻസ് വരെ ഉള്ളതുണ്ട്. അതിൽ ഞങ്ങൾക്ക് 4 ചാപ്റ്റേഴ്സാണ് എക്സാമിനുള്ളത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ ഒന്ന് കണക്കൂട്ടി. ഞാൻ ഏത് ചാപ്റ്റർ ഞാൻ ചെയ്യുന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ എന്തൊക്കെയോ ഭയങ്കരമായിട്ട് കയ്യിൽ കണക്കൂട്ടണമൊക്കെ ഉണ്ട്. അപ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ നേരം അത് ചെയ്തു. കാരണം മാത്സ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നല്ല എന്താ പറയുക, ആൻസേഴ്സൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ബ്രേക്ക് എടുത്തിൻ്റെ ഓറഞ്ച് കഴിച്ചു. ഇത് സാറ്റർഡേ ആണ്. സാറ്റർഡേ ഞങ്ങൾക്ക് സ്കൂളിൽ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. സോ അതിനും വേണ്ടിയിട്ട് പോയി തിരിച്ച് വന്നപ്പോഴത്തെ ക്ലിപ്പാണിത്. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ കസിന് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക്. എന്നിട്ട് ഞാൻ ഈനാമ്പയും കഴിച്ചു. ഈനാമ്പ എന്നാണ് ഞങ്ങളിതിന് പറയുക, നിങ്ങളെന്താ പറയുക എന്ന് കമൻറ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ എൻ്റെ റൂമിൽ പോയി കുറച്ച് നേരം ബുക്ക് വായിച്ചു. കുറച്ചധികം നേരം ബുക്ക് വായിച്ചു. ആ ഡേ ഫുള്ള് ഞാൻ പുസ്തകം വായിക്കും. എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്, അപ്പോൾ അതിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ കമ്മിലിടണോ മറ്റേ കമ്മിലിടണോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. ഞാൻ രണ്ടിട്ടില്ല. അപ്പോൾ ഈ ഡ്രസ്സാണ് ഞാൻ ഇടുന്നത്. ആൻഡ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നെയിൽ പോളിഷ് ഇട്ടു, പക്ഷേ ഞാൻ റിമൂവ് ചെയ്തു. നല്ല രസമാണ് ഈ ഷെയ്ഡ് കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫസ്റ്റ് ഞാൻ ഈ ഷർട്ട് ഇങ്ങനെയൊക്കെ ഇട്ട് നോക്കി, പക്ഷേ ഒരുമാതിരി പയമ്പൊരിക്ക് ഡബ്ബറിട്ടൊരു ലുക്ക്. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്റ്റൈൽ തന്നെ പിടിച്ചു. അതന്നെ എനിക്ക് നടക്കുള്ളൂ എന്ന് മനസ്സിലായി. എന്നിട്ട് ഞങ്ങൾ ആസ് ഓൾവേസ് ഞങ്ങൾ BMW ഞങ്ങൾ പോയത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ഉറക്കമൊക്കെ ഉറങ്ങി നീച്ചു. എപ്പോഴാണെന്ന് എനിക്ക് ഓർമ്മയില്ല.
നിങ്ങളും ഇന്നെ പോലെ ഓട്ടോയിൽ കയറിയ കിടന്നുറങ്ങുന്ന ആളാണെങ്കിൽ കമൻറ്റ് ബിലോ. അങ്ങനെ പോണ വഴിക്കൊരു പാടൊക്കെ കണ്ട് ലാസ്റ്റ് നമ്മളൊരു ഡെസ്റ്റിനേഷനിലെത്തി. ഡെസ്റ്റിനേഷൻ വേറെ എവിടെയല്ല, എൻ്റെ ഉമ്മാൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഉമ്മാൻ്റെ ഫ്രണ്ടിൻ്റെ മോൾക്ക് കിട്ടിയ സമ്മാനങ്ങളാണ്. മാഷാല്ലാ നല്ല കുട്ടി. അങ്ങനെ വീട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഓരോ കോർണേഴ്സ് നല്ല വീഡിയോ എടുത്ത് വെച്ചിരുന്നു. അങ്ങനെ വീടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മാൻ്റെ ഫ്രണ്ട് പണ്ടത്തെ ഓരോ ഫോട്ടോസൊക്കെ കൊണ്ടുവന്നു. അതിൽ കണ്ട റെഡ് ആൻഡ് ഗ്രീന് എൻ്റെ ഉമ്മയാണ്, ആൻഡ് ഇതിൽ ബ്ലൂ എൻ്റെ ഉമ്മയാണ്. അതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഷോക്കായി പോയി. കാരണം ഞാൻ എൻ്റെ ഉമ്മാൻ്റെ ഇത്രയും യങ്ങായ ഈ ഒരു സ്കൂൾ കോളേജ് കാലഘട്ടത്തിലത്തെ ഫോട്ടോ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അത് കുറേ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഓ മൈ ഗോഡ് എൻ്റെ ഉമ്മയാണത്, അങ്ങനെയുള്ള ഒരു റിയാക്ഷൻ ആയിരുന്നു. ആൻഡ് കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു, കുറേയൊക്കെ കേടായിപ്പോയി. ഇത് എൻ്റെ ഉമ്മാൻ്റെ ഫ്രണ്ടിൻ്റെ സെക്കൻഡ് ഡോട്ടർ ഇച്ചു. ആൾ ഭയങ്കര സൈലൻ്റാണ്, പക്ഷേ എനിക്ക് വീഡിയോ ഒക്കെ ചിരിച്ചൊക്കെ തരും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മെച്ചിൻ്റെ ഫ്രണ്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കി തന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാൻഡ്വിച്ച്. അങ്ങനെ ഞാൻ കുറേ കഴിച്ചു. അപ്പോൾ അത് ഉണ്ടാക്കണത് വെറുതെ ഞാനിങ്ങനെ വീഡിയോ എടുത്തതാണ്. നല്ല രസമുണ്ടായിരുന്നു ഉണ്ടാക്കണത് ഇങ്ങനെ കണ്ടിരിക്കാൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡിന്നർ കഴിച്ചു. നല്ല ഹെവി ഡിന്നർ കഴിഞ്ഞു. ഞങ്ങൾ ഓൾറെഡി വയറ് ഫുള്ളായിരിക്കുകയാണ്, എന്നാലും ഞാൻ കുറച്ച് കഴിച്ചു. അപ്പോൾ തന്നെ എൻ്റെ ഉമ്മാൻ്റെ വേറെ ഫ്രണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് പോലെ വീടിൻ്റെ നൈറ്റ് വ്യൂ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ മാഷാല്ലാ. അങ്ങനെ വന്നതിനേക്കാൾ ഇരട്ടി ലേറ്റായാണ് ഞങ്ങൾ തിരിച്ചു പോയത്. പോണ വഴിക്ക് എൻ്റെ ഉമ്മാൻ്റെ മറ്റേ ഫ്രണ്ടിനെയും ഫാമിലിനെയും ഞങ്ങൾ ഓരോ വീട്ടിലും ഇറക്കി കൊടുത്തു. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല നൈറ്റായി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയപ്പോൾ. അമ്മമാരെങ്ങനെ ചീത്ത കിട്ടും. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.